നമ്മളെ കുടുംബത്തില് ഞാൻ കൂടാതെ വേറെയും കഴിവ് കൂടിയ ആൾക്കാരുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇയാമി മൈ കുട്ടിനീസ്. ഇവർ ഒരുമിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഈ പാവം കുട്ടികളെ കുറിച്ചാണോ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ആ മുന്നിൽ പറപ്പിച്ചു പോകുന്നത് നമ്മളുടെ സ്വന്തം അളിയനാണ്. കാരണം ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കാട്ടുകൂടെയാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ധൈര്യത്തിന് മൂപ്പരങ്ങ് മുന്നിൽ വിട്ടുന്നേ ഉള്ളൂ. ഇനി ഒന്നും പേടിക്കാണ്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളെ കാട്ടുകൂടെ പോകുമ്പോ ഒരു പൂച്ചക്കുട്ടീനെ പോലും കാണാത്തതാണ്. ഇന്ന് ഇവിടെ ഒരു ആനക്കുട്ടി ഉണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് നമ്മളെ ഡ്രൈവർ പതറില്ല. കാർഡ് കാണിക്കാൻ കൊണ്ടുവന്നവരൊക്കെ ഏകദേശം ഓഫ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ധൈര്യം കണക്കിലെടുത്തിട്ട് നമ്മളെ കൂടെ വന്നവര് തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വഴിക്ക് വന്നതല്ലേ, ഒരു ചായ കുടിക്കാണ്ട് പോയാൽ അങ്ങനെ ശരിയാവുക. പിന്നെ കർണാടകയിൽ വന്നിട്ട് ഗോബി മഞ്ചൂരി കഴിക്കാതെ പോയാൽ അതും ഒരു മോശമല്ലേ. പിന്നെ ഈ ഇരിക്കുന്നതാണ് എറസൽ സൈനബ, അതായത് നമ്മളെ വല്യമ്മ. ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നേ കൊണ്ട് വല്യമ്മാന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് കുടുംബക്കാര് കാണുമ്പോ പറയാറ്. അതിന്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ഗോബി കഴിച്ചിട്ട് ഇവിടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗോബി മഞ്ചൂരി എന്റെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ അത് ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടി എന്റെ ഉമ്മ പ്രത്യേകം മാങ്ങിയൊക്കെ ചെത്തുന്നുണ്ട്. മുത്താത്ത പണ്ട് കുറച്ചുകാലം മൈസൂർ നിന്നിരുന്നു. അപ്പ കന്നഡൊക്കെ പറ്റി എന്തൊക്കെയോ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഉമ്മ വല്യമ്മാനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന കാര്യം ഉപ്പാപ്പനോട് പറയാൻ മറന്നുപോയി. പിന്നെ പെണ്ണുങ്ങളെ കാണാനില്ല എന്നും പറഞ്ഞു ഉപ്പാപ്പ വിളിച്ചപ്പോഴാണ് ഉമ്മാക്ക് അത് ഓർമ്മ വന്നത്. അങ്ങനെ ഗോപിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചപ്പോഴത്തേനും രാത്രിയായി. ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണോന്നറിയില്ല, രണ്ടാനകളെ കണ്ടു. വല്യമ്മച്ചാണ് കഷ്ടകാലത്തിന് ഞങ്ങളെ വണ്ടിയിലും കയറി. ഈ കല്ലുപോലെ ഇരിക്കുന്നൊന്നും നോക്കണ്ട, ഇടക്കിടക്ക് സലാത്തൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ കാട് കഴിയാനായി എന്നായപ്പോ ഞങ്ങൾ അളിയനെ പിടിച്ചങ്ങ് ഓവർടേക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് ആറഞ്ച് ഓവർടേക്കിംഗ് ആയിരുന്നു. അവസാനം അളിയന്റെ ഈഗോ ഹേർട്ടായിട്ട് അളിയൻ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ കോമഡി പാർട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാട് കഴിഞ്ഞു എന്ന് വിചാരിച്ചെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാനകളെ കൂടി കാണേണ്ടി വന്നു. അപ്പൊ എല്ലാം കൊണ്ട് ശുഭം.